ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, മക്കൾക്കൊക്കെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, റാഹത്താണ്. അപ്പം എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആ എല്ലാവരും അല്ല, എല്ലാവരും ഉണ്ടാവും. എൻ്റെ അയൽവാസികളും കുടുംബങ്ങളും കൂട്ടുകാരൊക്കെ എല്ലാവരും നമ്മളൊരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം എല്ലാവരും. അപ്പോൾ നമുക്ക് മലക്കുകളുടെ സഹായം ഉണ്ടാവും. അപ്പം നമ്മളില്ലേ, ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, ഒരു അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 10ാമത്തെ ഇസ്മാണ്. ആ ഒരു ഇസ്മ നമ്മളില്ലേ രാവിലെയും സുബഹിക്ക് ശേഷം അതുപോലെ മഗ്‌രിബിന് ശേഷമായിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പായിട്ടോ നമ്മളില്ലേ ഈ ഒരു ഇസ്മ പിന്നെ യാ ജബ്ബാർ യാ അല്ലാഹ് എന്നില്ലേ 21 തവണ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എത്ര ശത്രുക്കളാണ് നമ്മുടെ മുമ്പിലില്ല, അവർ നമ്മളെ ശത്രുക്കൾ നമ്മൾ അള്ളാഹു നശിപ്പിച്ച് കളയും. പിന്നെ ശത്രുക്കളിൽ നിന്ന് റബ്ബ് നമുക്ക് കാവൽ തരും. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലേ, യാത്രയിൽ പല അപകടങ്ങളുണ്ടാകുമല്ലോ, അള്ളാഹു കാക്കട്ടെ, ആമീൻ. അപ്പോൾ അത്തരം അപകടങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാക്കും. ഈ ഒരു ഇസ്മ പതിവാക്കുന്നവർക്ക് ഒരു ദിവസം 2 ദിവസം ചെല്ലിയാൽ പോരട്ടോ, ജീവിതത്തിലുടനീളം പതിവാക്കുക. ചെറിയ ഇസ്മാണല്ലോ, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ നിങ്ങളില്ലേ പിന്നെ നിങ്ങളും മക്കളെ കൊണ്ടും പഠിപ്പിക്കാം. മക്കൾ എന്താ പറയുക, നമ്മൾ ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ പല വഴിക്കും അവർ പോകുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അപകടങ്ങളെ തൊട്ടും ശത്രുക്കളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും റബ്ബിൻ്റെ കാവലുണ്ടാവും. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരം 21 തവണ പതിവാക്കുക കേട്ടോ. അതേപോലെ നമ്മൾ പിന്നെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം മക്കളെ ആൺകുട്ടികളെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോസില്ലേ, എൻ്റെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുമ്പോൾ അതൊരു സദക്കയാണ്. അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് റബ്ബ് പല ഇടങ്ങാറുകളും നമുക്ക് റബ്ബ് സംരക്ഷണം തരും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് സുബഹിക്ക് ശേഷം പിന്നെ ഒരു 21 തവണ ചെല്ലുക. അതേപോലെ മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ അസറിന് ശേഷമായിട്ട് മഗ്‌രിബിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമായിട്ടോ ഒരു 21 തവണ ചെല്ലുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പിന്നെ നമുക്കില്ല, നമ്മളറിയാതെ നമ്മൾ ചുറ്റും നമ്മൾ ശത്രുക്കളുണ്ടാവില്ല, നമ്മളറിയാത്തവരുണ്ടാവും, അവർ വരെ റബ്ബില്ലേ നശിപ്പിച്ച് കളയും. പിന്നെ ശത്രുത തോന്നുന്നവരോട് നമ്മളോട് ആർക്കും ശത്രു തോന്നാനില്ല, അവർക്കത് ഇല്ലാതാക്കും റബ്ബ്. പിന്നെ അയൽവാസികളാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താക്കന്മാർ വരെ പേടിച്ച് കഴിയുന്ന ആൾക്കാരുണ്ടാവില്ലേ. പിന്നെ ചില ഭർത്താക്കന്മാരെയും വീടിനുള്ളിൽ വരെ ഭർത്താവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഇസ്മ പതിവാക്കണമെങ്കിൽ എല്ലാത്ത ഉപകാരമാണ്. അപ്പോൾ റബ്ബ് തൗഫീഖ് നൽകട്ടെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളില്ല അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന വീഡിയോസിൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഷെയർ ആയിപ്പോൾ ലൈക്ക് കൂടുതലുള്ള വീഡിയോസ്. അപ്പോൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.